സംസ്ഥാനത്തെ അച്ചടി മേഖല നേരിടുന്നത് രൂക്ഷമായ പ്രതിസന്ധി. 5 വർഷത്തിനിടെ ഉണ്ടായത് 70% തൊഴിൽ നഷ്ടമാണ്. പെരുവഴിയിലായത് 1 ലക്ഷത്തിലധികം കുടുംബങ്ങൾ. തുടർച്ചയായ ലോക്ക്ഡൌണുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇടയ്ക്കിടെയുള്ള അടച്ചിടലുകളും ഡിജിറ്റൽ രംഗത്തെ കുതിച്ചുചാട്ടവുമാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയത്. അച്ചടിക്കടലാസിന്റെയും മഷി, കെമിക്കൽസ്, പ്ലേറ്റുകൾ തുടങ്ങിയ അനുബന്ധ സാമഗ്രികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വില യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കുതിച്ചുയർന്നത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള കടലാസ് ഉൽപാദന കമ്പനികൾ പലതും പൂട്ടിപ്പോയത് വിലക്കയറ്റത്തിന്റെ ആക്കം കൂട്ടി. മുൻപ് കേരളത്തിൽ വലുതും ചെറുതുമായി 10,000-ൽ പരം പ്രസ്സുകളാണ് പ്രവർത്തിച്ചിരുന്നത്. നിലവിലാകെയുള്ളത് 2,000-ൽ താഴെ മാത്രം. കോവിഡ് ആരംഭിച്ചതിന് ശേഷം അച്ചടി മേഖലയിൽ ഏകദേശം ഒരു 75 മുതൽ 80-90% വരെ തന്നെ പറയാം ജോലി കുറവാണ് ഉണ്ടായിരുന്നത്. ഇതിനുള്ള കാരണങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ കോവിഡോട് അതോട് അനുബന്ധിച്ചിട്ട് ഡിജിറ്റൽ മേഖല അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലുണ്ടായ വമ്പിച്ച വളർച്ച അതൊരു മുഖ്യ കാരണമാണ്. അതോടൊപ്പം സർക്കാർ ഇപ്പം 2 വർഷമായിട്ട് സർക്കാരിൽ പേപ്പർലെസ് പോളിസി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ജോലികൾ തന്നെ ഏകദേശം പല ഡിപ്പാർട്ട്മെൻറ്റുകളും പൂർണ്ണമായി തന്നെ പേപ്പർലെസ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ കിട്ടുന്ന വർക്കുകൾ പോലും തന്നെ നമുക്ക് ലഭ്യമല്ലാതായി. സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ പ്രശ്നപരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.